പശ്ചിമേഷ്യയിലെ യുദ്ധവും ഗൾഫ് മേഖലയിലെ ഇറാന്റെ ആക്രമണങ്ങളും കൊടുമ്പിരിക്കൊണ്ട് ഇരിക്കുന്ന ഈ സമയത്താണ് അമേരിക്ക സൗദിയുമായിട്ട് ചരിത്രപരമായ ഒരു ആണവ കരാറിന് അംഗീകാരം നൽകുന്നത്. ഈ കഴിഞ്ഞ ദിവസമാണ് അതിൻ്റെ വിവരങ്ങൾ വെളിപ്പെടുത്തിയത്. ഈ കരാറോടെ സ്വന്തം മണ്ണിൽ യുറേനിയം സമ്പുഷ്ടീകരണത്തിന് സൗദി വഴിയൊരുക്കുന്നു എന്നാണ് ഈ കരാറിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് ഏതാണ്ട് 30 വർഷത്തെ കാലാവധിയുള്ളതാണ് ഈ ഒരു കരാർ. ഈ കാലാവധിക്കുള്ള ഈ പദ്ധതിക്കായിട്ട് 10,000 കോടി ഡോളറിൻ്റെ നിക്ഷേപമാണ് പ്രതീക്ഷിക്കുന്നത് തന്നെ. അപ്പോൾ ഈ ഒരു കരാർ പ്രകാരം, അത് സൗദി അറേബ്യയുമായിട്ട് ഈ ഒരു കരാർ പ്രകാരം സമാധാനപരമായ ആവശ്യങ്ങൾക്കായി ആണവോർജ്ജ പദ്ധതി വികസിപ്പിക്കുക, അതേപോലെ തന്നെ അമേരിക്കൻ കമ്പനികൾ സൗദിയിൽ വൻ കണക്കിന് നിക്ഷേപങ്ങൾ നടത്തും, ആണവ നിലയങ്ങളും അനുബന്ധ സൗകര്യങ്ങളുമൊക്കെ നിർമ്മിക്കുന്നതിൽ പങ്കാളിയാവും. അങ്ങനെ കുറേ ഡിമാൻഡുകളാണ് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ വെച്ചിരിക്കുന്നത്. അതിൻ്റെ പ്രധാനമായിട്ടുള്ളതാണ് സൗദിക്ക് യുറേനിയം സമ്പുഷ്ടീകരണ ശേഷി വിപുലപ്പെടുത്താനുള്ള അനുവാദവും അമേരിക്ക നൽകുന്നതും. പക്ഷേ ഇവിടെ ഒരു വിവാദം വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇറാന്റെ ഈ യുറേനിയം സമ്പുഷ്ടീകരണ പ്ലാന്റും അതിനോടനുബന്ധിച്ച് ഇറാൻ ആണവായുധം ഉണ്ടാക്കാനുള്ള ആ ഒരു പ്രവൃത്തിയെയും അമേരിക്ക എപ്പോഴും എതിർക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ സൗദിക്ക് വളരെ ഒരു ഇളവ് നൽകുന്നു എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. അത് ചിലപ്പോൾ ഒരു വിവാദത്തിന് വഴി തെളിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ ഇത് എന്തുകൊണ്ടാണ് ഈ ഒരു ചരിത്രപരമാണെന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇതുവരെ അമേരിക്ക, UAE പോലുള്ള രാജ്യങ്ങളുമായി നടത്തിയ ഇങ്ങനത്തെയുള്ള സമാന കരാറുകളിലൊന്നും ഈ ആണവ പദ്ധതി വികസിപ്പിക്കാനോ അങ്ങനെയുള്ള കരാറുകളിലൊന്നും ഒപ്പിട്ടിട്ടില്ല. ഇതാദ്യമായിട്ടാണ് സൗദിയായിട്ട് ഇങ്ങനൊരു ചരിത്രപരമായ ആണവ കരാറിന് അമേരിക്ക അംഗീകാരം നൽകുന്നത്. ഇനി സൗദിയായിട്ട് ഇപ്പം നമുക്ക് നോർമലി നമുക്കൊരു ഡൗട്ട് തോന്നും. കാര്യം ഗൾഫ് രാജ്യങ്ങൾ, ഖത്തറുണ്ട്, ഒമാനുണ്ട്, UAE ഉണ്ട്, കുവൈറ്റ് ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ സൗദിയായിട്ട് എന്താണ് ഈ അമേരിക്ക സൗദിയോട് മാത്രം ഇങ്ങനെ ഒരു കണക്ഷൻ വരുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും ഒരു സംശയം വരും. പക്ഷെ ഇതിന് അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ വർഷങ്ങളുടെ ഒരു പഴക്കമുണ്ട്. കാരണം ഏതാണ്ട് 80 വർഷത്തിലേറെയായി രൂപപ്പെട്ട ഒരു തന്ത്രപരമായ ഒരു സൗഖ്യമാണ് അമേരിക്കയും സൗദിയും തമ്മിൽ. അതിൻ്റെ ഏറ്റവും പ്രധാന കാരണം ഓയിൽ തന്നെയായിരുന്നു. 1938 സൗദിയിൽ ഒരു വൻ എണ്ണ ശേഖരം കണ്ടെത്തിയത്. അങ്ങനെ കണ്ടെത്തിയത് മുതൽ അമേരിക്കൻ കമ്പനികൾ അവിടെ നിക്ഷേപം തുടങ്ങുകയും അതിനനുസരിച്ച് അവർ ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കയറ്റുമതി രാജ്യത്തിൽ ഒന്നായിട്ട് സൗദി മാറുകയും ചെയ്തിരുന്നു. 1945 അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റും സൗദിയുടെ രാജാവ് കിങ് അബ്ദുൾ അസീസും USS ഒരു ക്വിൻസി യുദ്ധക്കപ്പലിൽ വെച്ചൊരു കൂടിക്കാഴ്ച നടത്തി. അന്നൊരു ധാരണാപത്രം ഒപ്പിട്ടായിരുന്നു. ആ ധാരണയിൽ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, അമേരിക്കയിൽ സൗദിയുടെ ഒരു സുരക്ഷ അമേരിക്ക ഉറപ്പാക്കുമെന്നും സൗദിയിൽ നിന്ന് അമേരിക്കയ്ക്ക് വിശ്വസനീയമായ എണ്ണ വിതരണം ഉറപ്പാക്കുമെന്നും സെക്യൂരിറ്റി ഓഫ് ഓയിൽ മാതൃക പിന്തുടരും എന്നും ഇറാനെ പ്രതിരോധിക്കാൻ വേണ്ടി സൗദിയും ഇറാനും തമ്മിലുള്ള, അതായത് സൗദിയും ഇറാനും എതിരാളികളാണ്, അപ്പം ഇറാനെ പ്രതിരോധിക്കാൻ സൗദിയുമായിട്ട് അമേരിക്ക കൂട്ടുപിടിക്കും. അങ്ങനെയുള്ള പല കാര്യങ്ങളിലും അന്നേ തന്നെ ഒരു ധാരണയുണ്ടായിരുന്നു. പിന്നെ അടുത്ത ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ, സൗദി എണ്ണ വിൽക്കുന്നത് എപ്പോഴും അമേരിക്കൻ ഡോളറിലായിരുന്നു. അത് അമേരിക്കയ്ക്ക് എപ്പോഴും ഒരു നേട്ടം തന്നെയാണ്. കാരണം ഡോളറിന്റെ മൂല്യം ഉയരുകയും അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ ആഗോള നിക്ഷേപത്തിനുമൊക്കെ അമേരിക്കയ്ക്ക് അത് വലിയ ഗുണകരമാവുകയും ചെയ്യും. കാരണം വെച്ചാൽ അമേരിക്കൻ ഡോളറിൽ എണ്ണ വിൽക്കുമ്പം സൗദി എണ്ണ കയറ്റുമതിയിൽ വലിയ രാജ്യങ്ങളിൽ ഒന്ന് തന്നെ ആവുമ്പോൾ തീർച്ചയായിട്ടും സമ്പദ് വ്യവസ്ഥ അമേരിക്കയുടെ കൂടുകയും ചെയ്യും. പിന്നെ അടുത്ത ഒരു പ്രശ്നം, ഈ അടുത്ത ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ആയുധ വ്യാപാരം. അമേരിക്കയുമായിട്ട് ഏറ്റവും വലിയ ആയുധം വാങ്ങുന്ന രാജ്യങ്ങളിലൊന്നാണ് സൗദി. അതായത് സൗദി വാങ്ങുന്ന ആയുധങ്ങൾ അമേരിക്കയിൽ നിന്ന് F-15 യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നുണ്ട്, പാട്രിയോട്ട് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ അമേരിക്കയിൽ നിന്ന് വാങ്ങുന്നുണ്ട്, താഡ് വാങ്ങുന്നുണ്ട്, അതേപോലെ വിവിധ റഡാർ, ഡ്രോൺ പ്രതിരോധ മിസൈലുകൾ, ഇതൊക്കെ സൗദി അമേരിക്കയിൽ നിന്ന് വാങ്ങുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളിലും ഈ സൗദി അമേരിക്കയുമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ട്. ആ ഒരു കണക്ഷൻ കൊണ്ട് തന്നെയാണ്, കൂടാതെ തന്നെ സൈനിക സഹകരണമുണ്ട് അമേരിക്ക സൗദിയുമായിട്ട്. ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്, രഹസ്യാന്വേഷണ വിവരങ്ങളൊക്കെ പങ്കിടുന്നുണ്ട്, ഗൾഫ് മേഖലയിലെ ഒരു സ്ഥിരത ഉറപ്പാക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം ഈ സൗദിയുമായിട്ട് അമേരിക്ക ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് ഇനി പുതുതായിട്ട് ഒരു ആണവ പദ്ധതിക്ക് ഒരു ചരിത്രപരമായ ഒരു കരാറ് അല്ലെങ്കിൽ ഒരു അംഗീകാരം അമേരിക്ക നൽകുന്നതും അതുകൊണ്ട് തന്നെയാണ്.
അപ്പം ഇതിനകത്ത് നമ്മൾ വിചാരിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ അമേരിക്കയുടെ ഇപ്പോഴത്തെ ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, സൗദിയെ ചൈനയ്ക്കോ റഷ്യക്കോ അടുക്കാനാവാത്ത വിധം അകൽച്ച വരുത്തുക. കാരണം അമേരിക്കയ്ക്ക് സൗദിയായിട്ടൊരു കണക്ഷൻ ഉണ്ട്, പക്ഷെ ചൈനയും റഷ്യയും സൗദിയായിട്ട് അടുക്കാതിരിക്കുക. രണ്ടാമത്തെ ഒരു കാര്യം, പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ ഒരു സ്വാധീനം സൗദിയിൽ ഉറപ്പിക്കുക. പിന്നെ ഇറാനെതിരെ ശക്തമായ ഒരു പ്രാദേശിക സഖ്യം രൂപപ്പെടുത്തുക. ഇങ്ങനെ 3-4 കാര്യങ്ങളും അമേരിക്കയ്ക്ക് ലക്ഷ്യം വെക്കുന്നുണ്ട്. പിന്നെ അമേരിക്കയ്ക്ക് ഇതുകൊണ്ട് കുറേ നേട്ടങ്ങളുണ്ട്. 10,000 കോടി ഡോളറിന്റെ ആണവ സാങ്കേതിക കരാറുകളിലാണ് ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുന്നത്. ചൈനയുടെയും റഷ്യയുടെയും സ്വാധീനം സൗദിയിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു കരാർ സഹായിക്കും. അതേപോലെ അമേരിക്കയുടെ ആണവ വ്യവസായത്തിന് വീണ്ടും വലിയൊരു വിപണി ലഭിക്കാൻ പോകുന്നു. അപ്പം ഈ ഒരു സംഭവം നടക്കുന്നത്, അമേരിക്ക ഇറാനുമായിട്ടുള്ള യുദ്ധം ഇത്രയധികം മൂർച്ഛിച്ച സമയത്താണ് ഈ അമേരിക്ക സൗദിയായിട്ട് ഇങ്ങനെ ഒരു കരാറിന് അംഗീകാരം നൽകുന്നതും കരാർ പ്രകാരം പല കാര്യങ്ങളും ചെയ്യുന്നതും. അത് ടാക്ട്ഫുള്ളി അമേരിക്ക ശരിക്കും പറഞ്ഞാൽ അമേരിക്കയുടെ വിപണിയും സമ്പദ് വ്യവസ്ഥ കൂട്ടാനുള്ള ഒരു കാര്യമാണ് ഇതിനിടയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. കാര്യം ഇറാനെ ഏത് സമയം ഇറാൻ ആണവായുധം നിർമ്മിക്കും, ആണവായുധം ഉള്ളത് കൊണ്ടാണ് ഇറാനോട് ഇത്രയധികം വൈരാഗ്യം എന്നൊക്കെ അമേരിക്ക പറയുമ്പോൾ, ഇപ്പൊ സൗദിക്ക് ആണവായുധം നിർമ്മിക്കാനുള്ള അംഗീകാരവും അല്ലെങ്കിൽ യുറേനിയ സമ്പുഷ്ടീകരണ പ്ലാന്റ് നിർമ്മിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾ, ആണവ ഊർജം വെച്ചിട്ട് വൈദ്യുതി ഉൽപാദനം കൂടുതൽ ഉണ്ടാക്കാം എന്നൊക്കെ പറയുകയും വിഷൻ 2030 പദ്ധതി ഭാഗമായി സമ്പദ് വ്യവസ്ഥ വൈവിധ്യമാക്കണം എന്നൊക്കെ അമേരിക്ക സൗദിയെ ഉപദേശിക്കുമ്പോൾ, ഇതിന്റെ പിന്നിൽ അമേരിക്കയ്ക്ക് ബേസിക്കലി ഇറാനോടൊരു ദേഷ്യവും സൗദിയായിട്ടൊരു അടുപ്പം ഉണ്ട് എന്ന് തന്നെ വേണം നമുക്ക് അനുമാനിക്കാൻ. പക്ഷേ ഇതിൻ്റെ അകത്ത് വിമർശനം വരുന്ന കാര്യവും വളരെ കാര്യമില്ലാതല്ല. കാര്യം യുറേനിയം സമ്പുഷ്ടീകരണ ആണവായുധ നിർമ്മാണത്തിലേക്കുള്ള ആദ്യ പടിയാണ് ഇപ്പോൾ സൗദി ചെയ്യാൻ പോകുന്നത്. അത് ഇനി നമുക്ക് വരും കാലങ്ങളിൽ, കാര്യം അമേരിക്കയുടെ ഒരു സഹായം സൗദിക്ക് കിട്ടുമ്പോൾ തന്നെ തീർച്ചയായിട്ടും സൗദിയുടെ ഈ ആണവായുധം നിർമ്മിക്കാനും ആണവ പദ്ധതികൾ വികസിപ്പിക്കാനും ഒക്കെയുള്ള കാര്യങ്ങൾ സൗദി കൂടുതൽ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും വീണ്ടും ഇറാൻ കഴിഞ്ഞ് അടുത്തൊരു രാജ്യം സൗദി ആവുമോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതെപ്പോഴും ഒരു ഭാവിയിൽ ആണവായുധം വികസിപ്പിക്കുമെങ്കിൽ ലോകരാജ്യങ്ങൾക്ക് ഇവിടെയും ഒരു ആശങ്കയുണ്ട്. കാര്യം ഇറാൻ ഇങ്ങനെ ചെയ്യും. ഇപ്പൊ സൗദി അമേരിക്കയായിട്ട് കൂട്ടുപിടിച്ച് സൗദി അമേരിക്കയും കൂടെ ടൈപ്പ് ആയിട്ട് ഇപ്പം ഇറാനെതിരെ ഈ ആണവായുധം പ്രയോഗിക്കുമോ, അതോ ഇനി ഇറാന് അതിനും ഇപ്പൊ ഇറാന്റെ നമുക്കറിയാം, ഇറാൻ ഈ യുറേനിയം സമ്പുഷ്ടീകരണം പ്ലാന്റ് ഒക്കെ വെച്ചിരിക്കുന്നത് വലിയ അവരുടെ ഒരു ഒരു വളരെ രഹസ്യമായിട്ടുള്ളൊരു സങ്കേതത്തിലാണെന്ന് പറഞ്ഞു. അപ്പൊ അത് ഇതുവരെ അമേരിക്കക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അമേരിക്ക പിക്കാക്സ് മൗണ്ടനൊക്കെ ആക്രമിക്കും എന്നൊക്കെ പറയല്ലാതെ ഇതുവരെ അതൊന്നും ചെയ്തിട്ടില്ല. അപ്പം അമേരിക്കയുടെ ഈ തുടർ നടപടി ഈ സൗദി ആയിട്ട് ഇങ്ങനെയൊരു കരാർ ഒപ്പുവെക്കുകയും അങ്ങനെ സൗദിയിൽ അമേരിക്കയുടെ ഒരു വൻ നിക്ഷേപം നടത്തുകയും അമേരിക്കയെ പോലുള്ള ഒരു ലോകശക്തിക്ക് സൗദിയിൽ ഒരു സ്വാധീനം കിട്ടുമ്പോൾ തീർച്ചയായും സൗദിക്ക് അതിന് പകരം എന്നോണം സൗദിയുടെയും സമ്പദ് വ്യവസ്ഥ കൂടുകയും അങ്ങനെ ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും മേൽക്കോമയായി സൗദി വളരാനൊരു സാഹചര്യവും ഇവിടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. US അറ്റോമിക് എനർജി ആക്ടിലെ സെഷൻ 123 പ്രകാരമുള്ള ഒരു എഗ്രിമെന്റിൽ US ഊർജ സെക്രട്ടറി ക്രിസ് റൈറ്റും സൗദി ഊർജ മന്ത്രി അബ്ദുൾ അസീസ് ബിൻ സൽമാൻ രാജകുമാരനും ആണ് ഈ ഒരു കരാറിൽ ഒപ്പുവെച്ചത്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഈ കരാർ അമേരിക്കൻ കോൺഗ്രസിന് മുന്നിൽ അവതരിപ്പിക്കും. അങ്ങനെ തുടർന്ന് ഈ കരാറിനൊരു അംഗീകാരം കിട്ടും. അങ്ങനെ ചരിത്രപരമായി ഒരു ആണവ കരാറിന് അമേരിക്കയും സൗദിയും തമ്മിലൊരു ധാരണയാകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.